بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. കഴിഞ്ഞ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് തഗാബുനിൽ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, അതാണ് വിശദീകരിച്ചത്. അതിന് മുമ്പത്തെ ആയത്ത് വഹുവല്ലദീ ഖലഖകും വസവ്വറകും ഫഅഹ്സന സുവറകും. هو الذي خلقكم خلق السماوات والأرض بالحق وصوركم فأحسن صوركم. وهو الذي خلقكم فمنكم كافر ومنكم مؤمن. ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്തല്ലേ. ഒരു മസ്അല ഈ ഫസവ്വറകും വസവ്വറകും ഫഅഹ്സന സുവറകും. അതിലൊരു മസ്അല, അല്ലാഹു സുബ്ഹാനഹു വ തആല വസവ്വറകും നിങ്ങൾക്ക് രൂപം നൽകിന. സവ്വറ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൂറത്ത് നൽകി. സൂറത്ത് നൽകി. സൂറത്ത് എന്ന് പറഞ്ഞാൽ ശക്കിൽ, രൂപം, തശ്കീൽ, ശക്കിൽ നൽകി, രൂപം നൽകി. രൂപം നൽകി. ഇതിലുള്ള ഒരു മസ്അല എന്താന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ രൂപം അത് എന്ത് രൂപമാണ് എന്നുള്ളതാണ്. മനസ്സിലായി? ആ വിഷയത്തിൽ ഒരു ഹദീസ്, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറതിഹി, സഹിയായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസിന്റെ ഒരു ഭാഗം പ്രകാരമാണ്, ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു, ഇന്നല്ലാഹ ഖലഖ ആദമ, ആദമിനെ സൃഷ്ടിച്ചു, അലാ സൂറതിഹി, അലാ സൂറതിഹി. ഇതിപ്പോ ഒരു ഹദീസിന്റെ കഷ്ണാണ്. ചില ഹദീസിൽ ഇതിന്റെ തുടക്കത്തിലുണ്ട്, ചില ഹദീസ് ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുണ്ട്. തുടക്കത്തിലുള്ള ഹദീസിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വൈദ ഖാതൽതും ജന്നിബുൽ വജ്ഹ്, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുഖത്തെ ആക്രമിക്കരുത്, മുഖം വികൃതാക്കരുത്. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കാരണം അല്ലാഹു ഖലഖ ആദമ, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു, അലാ സൂറതിഹി, അവന്റെ സൂറത്തിൽ. സൂറത്തിഹി പറഞ്ഞാൽ, ഈ ഹി എന്ന് പറഞ്ഞാൽ എന്താ, അവന്റെ രൂപത്തിൽ നിന്നാണ്. ആരുടെ രൂപത്തിൽ? അള്ളാഹുവിന്റെ രൂപത്തിൽ. അതാണ് അവിടെ ഇഷ്കാൽ. മനസ്സിലായത്? അപ്പൊ ഒരു ഒരു ഹദീസിൽ നിങ്ങൾ മുഖത്തെ വലാ തുഖബ്ബിഹുൽ വജ്ഹ്, മുഖത്തെ നിങ്ങൾ ഖബീഹാക്കരുത് എന്നാണ്, മോശപ്പെടുത്തരുത് എന്നാണ്. എന്നിട്ട് പറയണം, ഫഇന്നല്ലാഹ ഖലഖ ആദം, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു, അലാ സൂറതിഹി, അവന്റെ സൂറത്തിൽ. വേറൊരു റിപ്പോർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറതിഹി, ആദമിനെ അവന്റെ സൂറത്തിൽ രൂപപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചതിൽ പിന്നെ, രൂപപ്പെടുത്തിയതിൽ പിന്നെ മലക്കുകളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആദമിനോട് പറഞ്ഞു, ആദം, ആ ഇരിക്കുന്ന മലക്കുകളിലേക്ക് നീ ചെന്നിട്ട് നീ അവരോട് സലാം പറയുക. അപ്പൊ അവര് നിന്റെ തഹിയ്യത്തിന്, അവർക്ക് തഹിയ്യത്ത് അർപ്പിക്കുക, അങ്ങനെയാണ് തഹിയ്യത്ത് അർപ്പിക്കുക. അവർ നിന്റെ തഹിയ്യത്തിന് തിരിച്ചു അഭിവാദ്യം അർപ്പിക്കും. പ്രസ്തുത അഭിവാദ്യമായിരിക്കും നിന്റെയും നിന്റെ ദുർരിയത്തിന്റെയും സന്തതികളുടെയും തഹിയ്യത്ത് എന്ന് ആദമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നപ്പോൾ മലക്കുകൾ ഇരിക്കുകയാണ്. മലക്കുകളോട് എന്ത് ചെയ്ത്? തഹിയ്യത്ത് അർപ്പിച്ച് സലാം വന്നപ്പോൾ മലക്കുകൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നാണ് അതിന്റെ തഫ്സീർ. മലക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ? വഅലൈക്കും അസ്സലാം വസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ അപ്പൊ വറഹ്മത്തുള്ളാഹ് കൂട്ടി അവർ പറഞ്ഞതാണ്, മനസ്സിലായി? അപ്പൊ അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതാണ് നമ്മുടെ തഹിയ്യത്ത്. ഏതായാലും അവിടെ നമ്മുടെ ഷാഹിദ് ഇതാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഖലഖ ആദമ, ആദമിനെ സൃഷ്ടിച്ചു, അലാ സൂറത്തിഹി, അവന്റെ സൂറത്തിൽ. ഇവിടെ ഹി എന്നുള്ള ദമീർ ആരിലേക്ക് മടങ്ങും? ഹി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അവന്റെ എന്ന് പറഞ്ഞു, ഈ ഇതിനൊരു മടക്കം വേണം, അത് ആരിലേക്കൊന്ന് മടങ്ങണം. അവന്റെ എന്ന് പറഞ്ഞാൽ ആരുടെ, മനസ്സിലായോ? അതിലാണ് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു അവന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ദമീർ മടങ്ങുന്നത് ആദമിലേക്കാണ്. ആദമിനെ ആദമിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു, ആദമിനെ ആദമിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പൊ കാര്യമില്ല, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് ആദമിനെ ഒരു ശക്കിൽ അള്ളാഹു കൊണ്ടിട്ട് ആ ശക്കിൽ എന്ത് ചെയ്തു? അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു, മനസ്സിലായില്ലേ? ചില റിപ്പോർട്ടുകൾ കാണാം വതൂലുഹു ഫിസ്സമാഇ വതൂലുഹു 60 ദിറാഅൻ ഫിസ്സമാ, ആദമിന് അതിന്റെ നീളം 60 ദിറാഅൻ 60 മുഴമാണ് ഫിസ്സമ, ആകാശത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ പിന്നെ ആദമിന്റെ ഉയരം എത്രയായിരുന്നു? 60 മുഴമായിരുന്നു മുകളിലേക്ക്, ഉയരത്തിലേക്ക്. അപ്പൊ ചില റിപ്പോർട്ടുകൾ അത്രയുണ്ട്, ആദമിന്റെ നീളം ഇത്ര നീളമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു. എവിടെ, എങ്ങനെ സൃഷ്ടിച്ചു? ആ സൂറത്തിൽ, ആദമിന്റെ സൂറത്തിൽ, ആദമിന്റെ രൂപത്തിൽ, മനസ്സിലായി? ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇമാം അബൂ സൗർ, ഇമാം ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ അറിയപ്പെട്ട പണ്ഡിതനാണ്, ശാഫി പണ്ഡിതനാണ്. അവിടെ ഈ ദമീർ മടങ്ങൽ എവിടേക്കാണ്? അള്ളാഹുവിലേക്കല്ല, പിന്നെ എവിടേക്ക് മടങ്ങ? ആദമിലേക്കാണ്. കാരണം വ്യാകരണ ശാസ്ത്രത്തിലെ തത്വം ബമീർ അഖ്റബ് മസ്കൂറിലേക്ക് മടങ്ങണം എന്നാണ്. ബമീർ എവിടേക്ക് മടക്കണം? അഖ്റബ് മസ്കൂറിലേക്ക്. അഖ്റബ് മസ്കൂർ പറഞ്ഞാൽ ഈ ബമീർ എവിടേക്കൊന്ന് മടങ്ങണം, ഇതിന് തൊട്ട് മുമ്പ് പറയപ്പെട്ട ആരിലേക്കും, മനസ്സിലായി? ബമീർ മടങ്ങേണ്ടത് ഏറ്റവും അനുയോജ്യം മടങ്ങൽ തൊട്ടടുത്തുള്ളത് ഏതാണ്? അതിലേക്കാണ്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് പറയപ്പെട്ട പേരേതാ? ആദമിന്റെയാണ്. അള്ളാഹ് കുറച്ച് വിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദമാണ് അഖ്റബ് മസ്കൂർ, ഏറ്റവും അടുത്ത് പറയപ്പെട്ടത്. അതുകൊണ്ട് ആദമിലേക്ക് മടക്കണം. അപ്പൊ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു ആദമിന്റെ ശക്കിലിൽ, ആദമിന്റെ രൂപത്തിൽ. അള്ളാഹു ആദമിനെ മണ്ണുകൊണ്ട് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമൺ കട്ടയുടെ രൂപത്തിൽ ആദ്യം പഠിച്ചിട്ട് അള്ളാഹുവിന്റെ റൂഹിനെ അതിലേക്ക് ഊതാണ് ചെയ്തത്, മനസ്സിലായി? അപ്പൊ ആ രൂപത്തിൽ അള്ളാഹു ആദമിനെ പടച്ചു. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, മനസ്സിലായി? പിൽക്കാല പണ്ഡിതന്മാരിൽ ഷെയ്ഖ് അൽബാനി ഈ വീക്ഷണം വെച്ച് പുലർത്തുന്ന പണ്ഡിതനാണ്, മനസ്സിലായില്ല? ആദമിനെ അള്ളാഹു ആദമിന്റെ ശക്കിലിൽ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ. എന്നാൽ പൂർവ്വകാലത്തും പിൽക്കാലത്തുമുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ദമീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു ഖലഖ ആദമ, ആദമിനെ സൃഷ്ടിച്ചു, അലാ സൂറത്തിഹി, ആരുടെ രൂപത്തിൽ? അള്ളാഹുവിന്റെ രൂപത്തിൽ, മനസ്സിലായില്ലേ? അപ്പൊ ദമീർ കൊടുക്കാൻ മടങ്ങുന്നത് ആദമിലേക്കല്ല, പ്രത്യുത അള്ളാഹുവിലേക്ക്. അപ്പൊ അവരതിന് ഉദ്ധരിച്ച ന്യായം എന്താണ്? ഈ ഹദീസിന്റെ വേറൊരു ലഫ്സിൽ ഇബ്നു അബി ആസിം അദ്ദേഹത്തിന്റെ കിതാബ് സുന്നയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിർ റഹ്മാൻ, അങ്ങനെ ഹദീസിൽ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഖലഖ ആദം, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു, അലാ സൂറത്തിർ റഹ്മാൻ, റഹ്മാന്റെ രൂപത്തിൽ. റഹ്മാൻ ആരാ? അല്ലാഹുവാണ്. അപ്പൊ സൂറത്തുർ റഹ്മാൻ എന്ന് തന്നെ, ഇത് മറ്റേ ഖുർആനിലെ സൂറത്ത് എന്ന അർത്ഥത്തിലല്ല കേട്ടോ, സൂറത്ത് അത് സീനാണ്, ഇത് സൂറത്തുർ റഹ്മാൻ, അങ്ങനെ ഹദീസിന്റെ ലഫ്സിൽ വന്നിട്ടുണ്ട്. അർ-റഹ്മാൻ ആരാ? അർ-റഹ്മാൻ അല്ലാഹു, അർ-റഹ്മാൻ, അർ-റബ്ബ്. അതേപോലെ തന്നെ അള്ളാഹ്, ഈ പേരുകളൊന്നും മറ്റാരും എന്ത് ചെയ്യാൻ പാടില്ല, ഇടാൻ പാടുള്ളതല്ല, മനസ്സിലായില്ലേ? അത് അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. അപ്പോൾ റഹ്മാനായ അള്ളാഹുവിന്റെ രൂപത്തിൽ അള്ളാഹു പിന്നെ ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം, പൂർവ്വകാലത്തും പിൽക്കാലത്തും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇതല്ലേ ഈ ഒരു അർത്ഥകൽപ്പനയല്ലാതെ മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. റഹ്മാൻ എന്നുള്ള
റഹ്മാൻ എന്നുള്ള പിന്നെ അല്ല ഈ സൂറത്ത് ഹി എന്നുള്ള ഹി എന്നുള്ള ദമീർ അത് മടങ്ങിയത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്ക് മടങ്ങിയതായിട്ടാണ് അറിയപ്പെട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൂറത്തിൽ എന്നുള്ളത് അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മനസ്സിലായില്ലേ? ഈ ഇബ്നു ആസിമിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, പണ്ഡിതന്മാർ അതിന് നിരൂപണം നടത്തിയിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. അത് പ്രബലമല്ല എന്ന വീക്ഷണം ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിനെ പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ എന്നുള്ള ദമീർ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ള വീക്ഷണം പറഞ്ഞ പണ്ഡിതന്മാർ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായത്? ഏതായാലും ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി എന്നുള്ളതിൽ ഹി എന്നുള്ള ദമീറിനെ അള്ളാഹുവിലേക്ക് മടക്കി എന്ന് വിചാരിച്ചിട്ട് വിഷയമല്ല. അള്ളാഹുവിലേക്ക് മടക്കി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല. അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ സൂറത്തിലാണ്, അള്ളാഹുവിൻ്റെ സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു സൂറത്തുണ്ട്. മനസ്സിലായി? അള്ളാഹു ഒരു ഊർജ രൂപമല്ല. അള്ളാഹു ഉണ്മയുള്ള ഊർജ രൂപമാണ്. ഉണ്മണ്ട് അള്ളാഹുവിന്. അള്ളാഹു ഒരു സൂറത്തുണ്ട്. അതുകൊണ്ടാണ് അന്ത്യനാളിൽ ശഫാഅത്തിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിയിലേക്ക് അള്ളാഹു അവരിലേക്ക് അവരറിയാത്ത സൂറത്തിൽ വരുന്നതാണ്. അവരറിയാത്ത അള്ളാഹുവിൻ്റെ സൂറത്തിൽ വരും, രൂപത്തിൽ വരുന്നതാണ്. അപ്പം അള്ളാഹു ഒരു സൂറത്തിൻ്റെ രൂപമുണ്ട്. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പടപ്പുകളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള പ്രകാശത്തിൻ്റെ മറ നീക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂറത്തിൽ ആര് കാണും? സ്വർഗവാസികൾ കാണുന്നതാണ്. അപ്പം അള്ളാഹ് എന്തുണ്ട്? ഒരു സൂറത്തുണ്ട്. പഠിച്ചവൻ എന്തുണ്ട്? ഒരു സൂറത്തുണ്ട്. അല്ലാതെ അള്ളാഹു ഒരു ഊർജ്ജമല്ല. മനസ്സിലായി? അള്ളാഹുവിന് ഉണ്മയുണ്ട്, അള്ളാഹുവിന് ഒരു രൂപമുണ്ട്, സൂറത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന കസൂറത്തിൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ. സൂറത്തുഹും കസൂറത്തിൽ ഖമർ. അങ്ങനെ അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന, ആദ്യത്തെ സംഘം സ്വർഗത്തിൽ പ്രവേശിക്കും. സൂറത്തുഹും, അവരുടെ രൂപം കസൂറത്തിൽ ഖമർ, ചന്ദ്രന്റെ രൂപമായിരിക്കുന്നത്. മനസ്സിലെ? ഈ ഹദീസ് ആദ്യത്തിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവിടെ ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവരാരുടെ രൂപത്തിലായിരിക്കും പറഞ്ഞത്? കസൂറത്തിൽ ഖമർ. ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ. മനസ്സിലായത്? ലൈലത്തുൽ ബദർ, പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രന്റെ രൂപത്തിൽ ആദ്യ സംഘം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? മനുഷ്യരാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പൂർണ്ണചന്ദ്രന്റെ രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ ചന്ദ്രനായി മാറുന്ന. അപ്പോ ഇവിടെ ഖമറിന്റെ രൂപം എന്ന് പറഞ്ഞെങ്കിൽ കോലത്തിൽ ഖമറിന്റെ രൂപത്തിൽ എന്നുള്ളതല്ല, പിന്നെയോ തെളിച്ചം, വെളിച്ചം, വെട്ടം, അതിന്റെ അത് നോക്കുകയാണെങ്കിൽ ഏതുപോലെയാണ്? ഖമറിന്റെ രൂപത്തിൽ എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം മനുഷ്യന്റെ കോലവും അള്ളാഹിന്റെ കോലവും ഒരുപോലെ എന്നല്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പൊ ഈ ഹദീസ് ഒരിക്കലും തംസീലുണ്ടല്ലോ, തമാസുൽ, രണ്ടും ഒരുപോലെ, അല്ലെങ്കിൽ തശാബു ഉണ്ടല്ലോ, രണ്ടും ഒരുപോലെ എന്ന് വരുന്നില്ല. അതായത് ആദം സന്തതികളും ഷക്കിലിൽ അള്ളാഹുവിനെ പോലെ എന്ന് വരുന്നില്ല, കോലത്തിൽ അള്ളാഹുവിനെ പോലെ എന്ന് വരുന്നില്ല. പിന്നെയോ മനുഷ്യന്മാർ കേൾക്കും. ആരും കേൾക്കും? അള്ളാഹു കേൾക്കും. മനുഷ്യന്മാർ കാണും, അള്ളയും കാണും. മനസ്സിലായി? മനുഷ്യന്മാർ സംസാരിക്കും, അള്ളയും സംസാരിക്കും. മനുഷ്യന്മാർ അവരുദ്ദേശിക്കുമ്പോൾ സംസാരിക്കും, അള്ളാഹു അവരുദ്ദേശിക്കുമ്പോൾ സംസാരിക്കും. മനസ്സിലല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ സംസാരം വേറെ, അള്ളാഹുവിന്റെ ഉദ്ദേശം വേറെ, അള്ളാഹുവിന്റെ കേൾവി വേറെ, അള്ളാഹുവിന്റെ കാഴ്ച വേറെ. അതിന് തുല്യമായിട്ട് യാതൊന്നുമില്ല. മനുഷ്യന്മാർക്കൊരു സൂറത്തുണ്ട്, അള്ളാഹുവിനും അതേപോലെ എന്തുണ്ട്? ഒരു സൂറത്തുണ്ട്. പക്ഷെ മനുഷ്യന്മാരുടെ സൂറത്ത് പോലെയാണ്, അള്ളാഹിന്റെ സൂറത്ത് ഒരിക്കലും അല്ല. മനസ്സിലായി? അള്ളാഹു എത്രമാത്രം ഉന്നതനാണോ, എത്രമാത്രം മഹാനാണോ, അതേപോലെയാണ് അവൻ കേൾക്കുന്നതും അവൻ സംസാരിക്കുന്നതും അവൻ കാണുന്നതും. അതേപോലെ തന്നെയാണ് എൻ്റെ അള്ളാഹുവിന്റെ രൂപവും അള്ളാഹുവിന്റെ സൂറത്തും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി, അള്ളാഹുവിന്റെ രൂപത്തിൽ ആദമിനെ പടച്ചു എന്ന് പറയുമ്പോൾ രണ്ട് സൂറത്തും ഒരുപോലെ എന്ന് കിട്ടൂല.
പിന്നെയോ അള്ളാഹു സൃഷ്ടാവാണ്, ഖാലിഖും റാസിഖും മാലിക്കുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത്യുന്നതനാണ്. അവന്റെ ഉന്നതിക്കനുസരിച്ചുള്ള സൂറത്തിലാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ഇവിടെ ഈ സൂറത്ത് അള്ളാഹുവിന്റെ സൂറത്തിൽ ആദമിനെ പടച്ചു എന്നതിന്റെ പേരിൽ എന്ത് കിട്ടുന്നില്ല? രണ്ടും ഒരുപോലെ എന്ന് കിട്ടുന്നില്ല. കാരണം ഹദീസിൽ വേറെ ഇപ്രകാരം പ്രയോഗം വന്നിട്ടുണ്ട്. മനസ്സിലായി? ആദ്യ തവണ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവരുടെ രൂപം സൂറത്തിൽ ഖമറിന്റെ രൂപത്തെ പോലെയാണ്. മനസ്സിലായി? അതിന്റെ അർത്ഥം എന്താ? ഖമറിന്റെ രൂപത്തെ പോലെ ചന്ദ്രനെ പോലെ ഇങ്ങനെ അങ്ങനത്തെ രൂപം പടത്തുക അല്ല. പിന്നെയോ അത് പ്രകാശത്തിന്റെ വെട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രൻ നല്ല വെട്ടമുള്ള അതേപോലെ തന്നെ തെളിമയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേപോലെ സുന്ദരന്മാരായി പ്രകാശമയമുള്ളവരായി കഴിക്കും ആളുകൾ എന്ത് ചെയ്യുക? സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. മനസ്സിലായി? അതേപോലെയാണ് ഇവിടെയും മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിന് സൂറത്തുണ്ട്. ആ സൂറത്ത് പടപ്പുകളുടെ സൂറത്തിനെ പോലെയല്ല, അള്ളാഹുവിന്റെ മഹത്വത്തിനനുസരിച്ച് ഉന്നതമായിട്ടുള്ള സൂറത്താണ് എന്നർത്ഥം. അപ്പൊ ഈ ഒരു മസാലയാണ് ഇതിനോട് അനുബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇതില് ഇമാം ഇബ്നു ഖുസൈമ, ഇപ്പൊ നിങ്ങൾ അൽമനാറിന്റെ ഒരു ലേഖനം വായിക്കുന്നുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞ നിന്ന് തോന്നണല്ലേ? അതായത് ഇമാം ഇബ്നു ഖുസൈമ എന്റെ അഖീദ എന്ന് പറഞ്ഞിട്ട്, ഇമാം ഇബ്നു ഖുസൈമ ശാഫിഈ പണ്ഡിതനാണ്. മനസ്സിലായില്ലേ? സലഫി ആദർശം അനുസരിച്ചാണ് ഇമാം ഇബ്നു ഖുസൈമന്റെ എല്ലാ പ്രതിവാദവും. മനസ്സിലായില്ലേ? വളരെ സുന്ദരമായി അള്ളാഹു അർശിന്മേലാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തിരുമുഖം, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ പാദം ഹദീസിൽ വന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഇമാം ഇബ്നു ഖുസൈമ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം ഇബ്നു ഖുസൈമ അള്ളാഹു അർശിന്മേലാണ് എന്നതിനെ നിഷേധിക്കുന്നവരെ മനസ്സിലായി വളരെ മോശമായ രീതിയിൽ അവരെ വധിക്കണം എന്നുവരെയുള്ള ഫത്വ പുറപ്പെടുവിച്ച പണ്ഡിതനാണ്. മനസ്സിലായി? എന്നിട്ട് അവരെ അള്ളാഹു അവന്റെ അർശിന്മേലാണ് എന്നത് നിഷേധിക്കുന്നവരെ കൊന്നിട്ട് അവരെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് എറിയണം എന്നുവരെ ഫത്വ പറഞ്ഞ ആളാണ് ആര്? ഇമാം ഇബ്നു ഖുസൈമ. അത് ഭംഗിയായിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം നൂനിയയിൽ കവിത രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അഹ്ലു സുന്നത്തിന്റെ അഖീദ ആശയാദർശങ്ങൾ ശരിക്കും ഭംഗിയായി പ്രതിപാദിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ്. പക്ഷേ പൂർണ്ണത നബിമാർക്കാണ്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാരിൽ നിന്ന് വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരും. ഈ വിഷയത്തിൽ ഇമാം ഇബ്നു ഖുസൈമ പറഞ്ഞത് ഇവിടെ ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തി എന്ന് പറഞ്ഞാൽ ഈ ദമീർ മടങ്ങുന്നത് അഖ്റബ് മദ്കൂറിലേക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു ആദമിന്റെ രൂപത്തിൽ എന്നാണ് ഈ ഹദീസിന്റെ തേട്ടം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇബ്നു ഖുസൈമക്ക് എതിരാണ്. അബൂ സൗറും ആ വീക്ഷണക്കാരനാണ് എതിരാണ്. അവർ പറഞ്ഞു ഇല്ല, ഇവിടെ ഈ സൂറത്തിൽ എന്നുള്ളതോട് ഉദ്ദേശം അള്ളാഹുവിന്റെ സൂറത്തിൽ എന്നാണ്. കാരണം ചില റിപ്പോർട്ടുകളിൽ സൂറത്തുർ റഹ്മാൻ എന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാനായ അള്ളാഹുവിന്റെ രൂപത്തിലാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്താകുന്നില്ല? തമാസിലാകുന്നില്ല. രണ്ടും ഒരുപോലെ വരില്ല. പടച്ചോനും ഒരുപോലെ, സൃഷ്ടാവും സൃഷ്ടിയും ഒരുപോലെ എന്നുള്ളത് വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ പ്രയോഗം ഹദീസുകളിൽ വേറെയും വന്നിട്ടുണ്ട്. മനസ്സിലായി? സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവര് പൗർണമി രാവിലെ ഖമറിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അവിടെ രൂപത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും ഖമറായിട്ട് മാറും. രണ്ടും ഒരുപോലെ, മനുഷ്യന്മാരും ഖമറും ഒരുപോലെ എന്നുള്ള അർത്ഥം അതിനില്ല എന്നുള്ളതാണ്. മനസ്സിലായത്? അലാകുലിൻ അത് അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിൽ ഇപ്പൊ നിങ്ങൾ അടിക്കുമ്പോൾ മുഖത്തടിക്കരുത്. കാരണം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് അവന്റെ രൂപത്തിലാണ്. ഇങ്ങനെയാണ്. അതേപോലെ തന്നെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ മുഖം വികൃതമാക്കരുത്. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ രൂപത്തിലാണ്. ഇങ്ങനെ ഹദീസിൽ പറഞ്ഞു കാണാൻ സാധിക്കും. മനസ്സിലായത്? അത് അദബുകൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ് മുഖം എപ്പോഴും ഒഴിവാക്കണം. മൃഗങ്ങളുടെ വിഷയത്തിൽ വരെ അങ്ങനെ പറഞ്ഞു. മനസ്സിലായി? മൃഗങ്ങളെ അടയാളം വെക്കുന്ന സ്വഭാവമുണ്ട് മനുഷ്യന്മാർക്ക്. ആ റസൂൽ പറഞ്ഞ അങ്ങനെ മുഖത്ത് അടയാളം വെക്കരുത്. വശം അല്ലെങ്കിൽ വസം ഈ മുഖത്ത് അടയാളം വെക്കരുത്, മൃഗങ്ങളുടേത് പോലും റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അത്തരം ഹദീസുകളിലൊക്കെ കാണാം ഈ പ്രയോഗങ്ങൾ. അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹദീസാണ്. ഇമാം ബുഖാരി സഹീൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സഹീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് മലക്കളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, തഹിയ്യത്ത് അർപ്പിച്ച്. അപ്പം മലക്കൾ പറഞ്ഞു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെയാണ് ഹദീസിന്റെ ലഫ്സ്.
അള്ളാഹുവിൽ നിന്നുള്ള സലാമും റഹ്മത്തും നിങ്ങളുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതാണ് അപ്പം അള്ളാഹു പറഞ്ഞു, അതാണ് നിനക്കും പിന്നെ നിന്റെ സന്തതികൾക്കുമുള്ള തഹിയ്യത്ത് എന്ന് പറയുകയുണ്ടായി. അല്ല, അത് പിന്നെ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഹിയ്യത്തിന് ഫർദുഹാസ്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആമായിട്ടാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിൻ്റെ നമുക്ക് വിശദീകരിച്ചു തന്നു. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കും അസ്സലാം അങ്ങനെ മടക്കിയത്. മനസ്സിലായി? അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പിന്നെ ആയിഷക്ക് സലാം പറഞ്ഞപ്പോൾ ആയിഷമ്മക്ക് റസൂലുള്ളാഹി സലാം എത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷമ്മ മടക്കിയത് വഅലൈക വഅല ജിബ്രീൽ അസ്സലാം, നിങ്ങൾക്കും ജിബ്രീലിനും അസ്സലാം ഉണ്ടാകട്ടെ എന്ന്. അതേപോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞു. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞ് അല്ലാഹു ഖദീജക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഖദീജ റളിയല്ലാഹു തആല പ്രതികരിച്ചത് അല്ലാഹുമ്മ അൻത സലാം, അല്ലാഹു അലൈക്കും സലാം എന്ന് പറയേണ്ട കാര്യമില്ല, പിന്നെ അല്ലാഹു സലാമാണ്, അല്ലാഹുമ്മ അൻത സലാം വഅലൈക വഅല ജിബ്രീൽ അസ്സലാം, വഅലൈക വഅല ജിബ്രീൽ അസ്സലാം. മനസ്സിലായോ? വഅലൈക്കും അസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നന്ദിയായിട്ട് മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായി? എന്നാണ് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. വഅലൈക വഅലൈഹി സലാം, നിങ്ങൾക്കും അദ്ദേഹത്തിനും അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, യാ മുഹമ്മദ്, മുഹമ്മദെ അഖ്രി ഉമ്മതക, താങ്കളുടെ ഉമ്മത്തികളോട് ഓതുക മിന്നി എന്നിൽ നിന്ന് അസ്സലാം സലാം. അതാണ് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത്. റസൂലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ ഇങ്ങനെ റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നു ഉമ്മത്തികളോട് സലാം പറയാൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ യാ ആയിഷ് വഅലൈക വഅലൈഹി അസ്സലാം, വഅലൈക വഅലൈഹി വഅലൈഹി, ഇത് ആണാണെങ്കിൽ, പെണ്ണാണെങ്കിൽ വഅലൈഹ അസ്സലാം. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് സലാം പറഞ്ഞു ജിബ്രീൽ വന്നിട്ട്. അപ്പോൾ റസൂലുള്ളാഹി എത്തിക്കണ എങ്ങനെ? യാ ആയിഷ് ഹാദാ ജിബ്രീൽ യുസല്ലിമു അലൈക്, യാ ആയിഷ, ആയിഷ ഹാദാ ജിബ്രീൽ, ഇതാ ജിബ്രീൽ യുസല്ലിമു അലൈക്, നിങ്ങളോട് സലാം പറയുന്നു എന്നവർ. മനസ്സിലായി? നമ്മ പിന്നെ ജിബ്രീൽ സലാം പറഞ്ഞിരിക്കുന്നു അസ്സലാമു അലൈക്കും അങ്ങനെ പറയേണ്ട കാര്യമല്ല, സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഹലോ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആയത്താണ് യഅലമു മാ ഫി സമാവാതി വൽ അർദി വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. അലം യഅതികും നബഉ الذين كفروا من قبل فذاقوا وبال أمرهم ولهم عذاب أليم ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. ഈ ആയത്തെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ആ മസല മനസ്സിലായില്ല? ആദമിനെ സംബന്ധിച്ച് ആവശ്യം മനസ്സിലായില്ല. അലം യഅതികും നബഉ الذين كفروا من قبل, അലം യഅതികും, എന്താ അലം യഅതികും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ആ ചോദ്യത്തിന് ലം എന്ന് പറഞ്ഞാൽ ഇല്ല, കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം നിഷേധിക്കാൻ. യഅതി കും, ഇങ്ങനെയാണ്. കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക്. യഅതി വന്നു, അല്ലെങ്കിൽ വന്നു എന്നല്ല, വരുന്നു, വരും. യഅതി അതാ എന്നുള്ളതാണ്. അതാ യഅതി എന്നാണ്. ലമ്മു വന്നുകൊണ്ടാണ് യാ പോയതോടെ.
യഅ്തിന വരുന്നു. ലം യഅ്തി വന്നിട്ടില്ല. ലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നിട്ടില്ല. അതിന് മുമ്പിൽ ആ എന്നുള്ള ചോദ്യം വന്നു, വന്നിട്ടില്ലേ? അലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് വന്നിട്ടില്ലേ ചോദ്യമാണ്. നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? കത് അതാക്കുന്നുള്ള അർത്ഥം തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഉദ്ദേശം. അലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നബഉൽ ലദീന കഫറു. നബ എന്ന് പറഞ്ഞാൽ ഖബർ, വൃത്താന്തം, വാർത്ത. നബ വാർത്ത. നബഉൽ ലദീന ഒരു കൂട്ടരുടെ വാർത്ത. നബ പറഞ്ഞ വാർത്ത, ഒരു കൂട്ടരുടെ വാർത്ത. ആ കൂട്ടരുടെ പ്രത്യേകത എന്താണ്? കഫറു, അവർ അവിശ്വസിച്ചു. അപ്പൊ അവിശ്വസിച്ചവരായ ഒരു കൂട്ടരുടെ വാർത്ത നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? അവിശ്വസിച്ചത് എപ്പോഴാ? മുമ്പ്. അതൊക്കെ പ്രയോഗമാണ്. മീൻകബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് അവിശ്വസിച്ചതായ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു. അവരുടെ വൃത്താന്തം നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ? എന്നാൽ എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അത് തീർച്ചയായും എത്തി എന്നുള്ള അർത്ഥത്തിനാണ്. അത് അതാക്കും തീർച്ചയായും നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിനാണ് ആ പ്രയോഗം. മുമ്പ് അവിശ്വസിച്ചതായ ഒരു കൂട്ടരുടെ വാർത്ത. അവിശ്വസിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫദാഖു വബാല അംരിഹിം. അവർ അവിശ്വസിച്ചു. അത് കാരണത്താൽ റാഖു വബാല അംരിഹിം. റാഖു എന്ന് പറഞ്ഞാൽ അവർ ആസ്വദിച്ചു. അത് കാരണത്താൽ റാഖു അവർ ആസ്വദിച്ചു. വബാല അംരിഹിം. വബാൽ എന്ന് പറഞ്ഞാൽ ശിദ്ദത്ത്, കാഠിന്യം എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. അതേപോലെ തന്നെ ശിഖൽ, ഭാരം എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. വബാൽ പല അർത്ഥത്തിന് പ്രയോഗിക്കുന്ന പദമാണ്. നഷ്ടം, പരാജയം, വൈൽ എന്നൊക്കെ അർത്ഥത്തിന് വബാൽ പ്രയോഗിക്കും. ഏതായാലും ഫദാഖു അത് കാരണത്താൽ അവർ ആസ്വദിച്ചു. വബാല അംരിഹിം അവരുടെ കാര്യത്തിന്റെ കാഠിന്യം. എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം എന്താ? അവരുടെ കുഫർ. അവരുടെ കുഫറിന്റെ ശിക്ഷ എന്നർത്ഥം, അല്ലെങ്കിൽ അവരുടെ കുഫറിന്റെ നാശം അവർ ആസ്വദിച്ചു. ഫദാഖു വബാല അംരിഹിം അവരുടെ കാര്യത്തിന്റെ കാഠിന്യം എന്നാണ് അവിടെ പദാർത്ഥം. അതിന്റെ ഉദ്ദേശം അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുഫർ, നിഷേധം, അതിന്റെ വബാൽ നാശം അല്ലെങ്കിൽ ശിക്ഷ അവർ ആസ്വദിച്ചു. വലഹും അദാബുൻ അലീം. വലഹും വാവ് ഒന്നുകിൽ തഫ്രീഇയ അല്ലെങ്കിൽ ഇസ്തിനാഫിയ. പുതിയൊരാശയം പറയാം. വലഹും അവർക്കുണ്ട്, അദാബുൻ അലീമുൻ അദാബുൻ ശിക്ഷ, അലീമുൻ നോവേറ്റുന്ന അല്ലെങ്കിൽ നോവേറുന്ന ശിക്ഷ അവർക്കുണ്ട്, മുഅ്ലിമായ ശിക്ഷ അവർക്കുണ്ട്. വലഹും അദാബുൻ അലീം. അപ്പൊ ഇവിടെ മുമ്പ് അവിശ്വസിച്ച ഒരു കൂട്ടരുടെ വാർത്ത നമുക്ക് എത്തിയിട്ടില്ല എന്നാണ്. എത്തിയിട്ടുണ്ട്. ആരൊക്കെ മുമ്പ് അവിശ്വസിച്ചാരെ? ഖൗമു നൂഹ്, ഖൗമു ഹൂദ്, ഖൗമു സമൂദ്, അതേപോലെ ഖൗമു ശുഐബ്, അസ്ഹാബുൽ ഐക, മനസ്സിലായി? അതേപോലെ തന്നെ അസ്ഹാബുൽ ലൂത്ത്, മുതഫിക്കാത്ത്, മനസ്സിലായി? ഇങ്ങനെ കുറെ ഖൗമ് കഴിഞ്ഞു പോയിട്ടുണ്ട്, മനസ്സിലായി? അപ്പൊ അവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വിവരം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അവരവിശ്വസിച്ചപ്പോൾ അവരുടെ കുഫറിന്റെ ശിദ്ദത്ത്, കാഠിന്യം അവർ ആസ്വദിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രളയത്തിൽ, മനസ്സിലായി? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിനെ പ്രളയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ആദ് ഗോത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ കാറ്റ് അടിച്ച് നശിപ്പിച്ച്, അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോര ശബ്ദം കൊണ്ട് നശിപ്പിച്ച്, അതേപോലെ തന്നെ മുതഫിക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലവിധ ശിക്ഷകൾ കൊണ്ട് നശിപ്പിച്ച്, ഇങ്ങനെ അതെവിടുന്ന ദുനിയാവിൽ വെച്ച്, അത് ദുനിയാവിൽ തീരുന്ന വിഷയമല്ല. പിന്നെ വലഹും അദാബുൻ അലീം അവർക്ക് നോവേറ്റുന്ന ശിക്ഷയുണ്ട്. അതെവിടെ? അത് പരലോകത്ത് അള്ളാഹുവിന്റെ നരക ശിക്ഷ അവർക്കുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതാണ് അവിടെ പറയുന്നത്, വലഹും അദാബുൻ അലീം. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد.
ذلك بأنه كانت تأتيهم رسلهم. ذلك എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ശിക്ഷ അവർക്ക് കിട്ടിയത് ഇനി ആഖിറത്തിലെ ശിക്ഷ അവർക്ക് കിട്ടാൻ പോകുന്നത് അതാണ് ذلك. അത് അതിന്റെ കാരണം പറയണം. ബിഅന്നഹു കാനത് തഅതീഹിം റസുലുഹും ബിൽ ബയ്യിനാത്ത്. ഇതാണ് തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അന്ന എന്നാൽ തീർച്ചയായും ഈ ബായും അന്നയൊക്കെ ഒരേ അർത്ഥത്തിനാണ്. അന്നഹു എന്ന് പറഞ്ഞാൽ ഷെനിന്റെ ബമീർ എന്നാണ് പറയാം. തീർച്ചയായും കാര്യം എന്നുള്ള അർത്ഥം കിട്ടാൻ ഇതിന് ബമീറു ഷെൻ എന്നാ പറയാം. അപ്പൊ ദുനിയാവിൽ അവർ ശിക്ഷിക്കപ്പെട്ടതും ആഖിറത്തിലെ ശിക്ഷ അവർക്ക് ഒരുക്കപ്പെട്ടതും അതെന്തിനാ? ബിഅന്നഹു കാര്യം കാനത്ത് റസൂലുഹും. കാനത്ത് എന്ന ആയിരുന്നു, തഅതീഹിം അവർക്ക് വരുമായിരുന്നു. കാനത്ത് തിരിച്ചെഴുതുന്നു, തഅതീഹിം റസൂലുഹും. റസൂൽ എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ. റസൂലിന്റെ ബഹുവചനാണ് റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ മുർസൽ, അയക്കപ്പെട്ട പ്രവാചകൻ. റസൂൽ എന്ന് പറഞ്ഞാൽ മുർസലീൻ, അയക്കപ്പെട്ട പ്രവാചകന്മാർ. റസൂലുഹും അവരുടെ മുർസലീങ്ങൾ. റസൂൽ എന്നുള്ളത് ബഹുവചനാണ് അല്ലേ? അതുകൊണ്ടാണ് സ്ത്രീലിംഗമായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ തെത്തി എന്ന് പറഞ്ഞത്, ഏത്തി എന്ന് പറയാതെ. അപ്പൊ റസൂലുഹും അവരിലെ മുർസലീങ്ങൾ തഅതീഹിം അവർക്ക് വരും. കാനത്ത് ആയിരുന്നു. കാനത്ത് തഅതീഹിം അവർക്ക് വരുമായിരുന്നു. റുസുലുഹും അവരിലെ മുർസലീങ്ങൾ. ഇവിടെ കാന എന്ന് പ്രയോഗിക്കാതെ കാനത്ത് എന്ന് പ്രയോഗിച്ചു. ഇവിടെ എത്തി എന്ന് പ്രയോഗിക്കാതെ തഅതി എന്ന് പ്രയോഗിച്ചു. കാരണം എന്തുകൊണ്ട്? റുസുൽ എന്നുള്ളത് ബഹുവചനാണ്. കുല്ലു ജംഉൻ മുഅന്നസ്, എല്ലാ ബഹുവചനവും സ്ത്രീലിംഗം. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. അപ്പൊ കാനത്ത് തഅതീഹിം അവർക്ക് വരുമായിരുന്നു. റുസുലുഹും അവരിലെ മുർസലീങ്ങൾ, അവരുടെ മുർസലീങ്ങൾ. എങ്ങനെ വരും? ബിൽ ബയ്യിനാത്ത്. ബയ്യിനാത്ത് ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ ബയ്യിനത്തിന്റെ ബഹുവചന. ബയ്യിനത്ത് എന്താ? ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും തെളിവ് എന്നർത്ഥം. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തെളിവ്. അതിന്റെ ബഹുവചനാണ് എന്ത്? ബയ്യിനാത്ത്, തെളിവുകൾ. ബിൽ ബയ്യിനാത്ത്, തെളിവുകൾ കൊണ്ട്. മനസ്സിലെ? അപ്പൊ ഇനി ഒന്നുകൂടി. കാനത്ത് തഅതീഹിം അവരിലേക്ക് വരുമായിരുന്നു. റുസുലുഹും അവരിലെ മുർസലീങ്ങൾ എന്തുകൊണ്ട് വരും? ബിൽ ബയ്യിനാത്ത്, തെളിവുകൾ കൊണ്ട് വരും. തെളിവുകൾ കൊണ്ട് വരും. എന്തിനുള്ള തെളിവ് കൊണ്ടുവരുന്നത്? എന്തിന്റെ തെളിവ് കൊണ്ടുവരുന്നത്? അള്ളാഹു ഏകനാണെന്നുള്ളതിന് തെളിവ് കൊണ്ടുവരും. പിന്നെ ഇത് റസൂലാണെന്നുള്ളതിന് തെളിവ് കൊണ്ടുവരും. മനസ്സിലല്ലേ? റസൂല് നിയോഗിക്കപ്പെട്ട റിസാലത്തിന്റെ തെളിവും കൊണ്ടുവരും. മനസ്സിലായില്ലേ? അള്ളാഹുവിൽ നിന്നാണ് ഞങ്ങൾ മുർസലീങ്ങളാണ്, ഞങ്ങൾ അള്ളാഹു റിസാലത്തെ അയച്ചതാണെന്നുള്ളതിന് തെളിവുകൾ എന്ത് ചെയ്യും? അതാണ് കൊണ്ടുവരിക. ബയ്യിനാത്ത് ആണ് തെളിവ്. മനസ്സിലായി? കാര്യം വ്യക്തമാക്കുന്ന പ്രൂഫ്. ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി എന്നർത്ഥം. മനസ്സിലായി? അപ്പോ അള്ളാഹുവിൽ നിന്നാണ്, റസൂലാണ്, അള്ളാഹു റിസാലത്ത് നൽകി അയച്ചതാണ് എന്നുള്ളതിനുള്ള ബയ്യിനാത്തുമായിട്ട്, തെളിവുകളുമായിട്ട് അവരിലെ റസൂലുകൾ, മുർസലീങ്ങൾ അവരിലേക്ക് വരുമായിരുന്നു. മുർസലീങ്ങൾ വരുമ്പോ ഫഖാലു അബശറു യഹ്ദൂനന. അപ്പോൾ ഖാലു അവര് പറയുന്ന ആരയ്യ അവർ? അല്ലദീന ദാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. അവര് പറയും അബശറു യഹ്ദൂനന. എന്താ അബശറു യഹ്ദൂനന? എന്താ ബശർ എന്ന് പറഞ്ഞാൽ? ബശർ എന്ന് പറഞ്ഞാല് മനുഷ്യൻ എന്ന അർത്ഥത്തിലും മനുഷ്യർ എന്ന അർത്ഥത്തിലും ബശർ പ്രയോഗിക്കും. ബശറു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും, മനുഷ്യർ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും. മനസ്സിലായില്ലേ? ജമ്മായിട്ട് പ്രയോഗിക്കും, മുഫ്രദായിട്ടും പ്രയോഗിക്കും. മുഫ്രദായിട്ട് പ്രയോഗിച്ച് ഏകവചനായിട്ട് പ്രയോഗിച്ച് ഇപ്പൊ
മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ പിന്നെ പറഞ്ഞില്ലേ ഫതമസ്സലലഹ ബശറൻ സവിയ്യ, ഒരു ഒത്ത മനുഷ്യനായിട്ട് എന്ത് ചെയ്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയത്തിന് മുമ്പിൽ പിന്നെ രൂപപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിനോട് പറയുന്നുണ്ട്, വലം യംസസ്നി ബശറുൻ, ഒരു മനുഷ്യനും എന്നെന്ത് ചെയ്തില്ല, സ്പർശിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? കുറേ മനുഷ്യന്മാർ നടത്തില്ല, ഒരു മനുഷ്യനും എന്നർത്ഥത്തിൽ ഏകവചനായിട്ട് പ്രയോഗിച്ചു. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പട്ടണത്തിലെ സ്ത്രീകളെ വിളിച്ച് വിരുന്നൊരുക്കിയിട്ട് അവരുടെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ മാ ഹാദാ ബശർ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, മാ ഹാദാ ബശർ, ഇതൊരു മനുഷ്യനല്ല, പിന്നെയോ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മാന്യനായ ഒരു മലക്കാണ് എന്ന് പറഞ്ഞു. മനസ്സിലായി? അവിടെ ഏകവചനത്തിലാണ്. ഇവിടെ ബഷർ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. കാരണം എന്തുകൊണ്ട്? യഹ്ദൂനാണ്. ബഷറുൻ മനുഷ്യരാണോ, യഹ്ദൂൻ അവർ ഞങ്ങളെ നയിക്കുന്നു, അവർ എന്നാണ് ഇവിടെ യഹ്ദൂന. അപ്പൊ ഈ വാവ് മടങ്ങുന്നത് ബഷറിലേക്കാണ്. അപ്പൊ അത് ബഹുവചനാണ്. ഇവിടെ ബഹുവചനായിട്ടാണ് പ്രയോഗിച്ചത്. അപ്പൊ ഇവിടെ ആ ബഷർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യരാണോ. യഹ്ദൂനന, യഹ്ദൂൻ, എന്താ യഹ്ദൂൻ? അവർ ഞങ്ങളെ നയിക്കുന്നു. യഹ്ദൂന എന്ന് പറഞ്ഞാൽ അവർ നയിക്കുന്നു, ഞങ്ങളെ. അപ്പൊ അവിടെ യഹ്ദൂനന, ഞങ്ങളെ അവർ നയിക്കുന്നു. അപ്പൊ ആ ബഷറും യഹ്ദൂനന, മനുഷ്യരാണോ ഞങ്ങളെ നയിക്കുന്നത്. ഇവിടെ ഈ ഫാണ്ടല്ലോ, അതെങ്ങനെ? കാനത്ത് തീഹിം റസുലുഹും, അവരിലെ മുർസലീങ്ങൾ അവർക്ക് വരുമായിരുന്നു. എന്തുമായിട്ട്? ബിൽ ബയ്യിനാത്തുകളുമായിട്ട്, തെളിവുകളുമായിട്ട് വരും. അങ്ങനെ തെളിവുകളുമായിട്ട് വരുമ്പോൾ അതൊരു ജുംല അവിടെ സങ്കല്പിക്കണം, ഷർത്തിയ ജുംല. അത് പറയേണ്ട കാര്യമില്ല, കാരണം ഇത് പറഞ്ഞാൽ തന്നെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ നബിമാർ തെളിവുകളുമായിട്ട് വരുമ്പോൾ അപ്പോൾ, അപ്പൊ ആ സങ്കല്പിക്കുന്ന ജുംലയിലുള്ള അതിന്റെ ജവാബാണ് അപ്പോൾ. ഖാലു, ഈ കൗമ് പറയും, അബശറുൻ യഹ്ദൂനന, ഞങ്ങളെ നയിക്കുന്നത് മനുഷ്യരാണ്. മനസ്സിലായി? മനുഷ്യരാണ്. അബശറുൻ യഹ്ദൂനന ഫകഫറു വതവല്ലു. അത് താക്കീദില്ലേ, ഇങ്ങനെ അവർ പറയും. അതിൽ പിന്നെ അബശറുൻ യഹ്ദൂനന എന്ന് പറയും. അതിൽ പിന്നെ കഫറു, അവർ അവിശ്വസിക്കും. വതവല്ലു, അവരെന്ത് ചെയ്യും? യതവല്ല പിന്തിരിയുകയും ചെയ്യും. തവല്ല എന്ന പിന്തിരിഞ്ഞു. തവല്ലു, അവർ പിന്തിരിയുകയും ചെയ്യും. തവല്ല എന്ന് പറഞ്ഞാൽ ആറബാന്നർത്ഥം. ഇവിടെ ആറബു, അവർ പിന്തിരിയുകയും ചെയ്യും. അങ്ങനെ അതിൽ പിന്നെ അവർ അവിശ്വസിച്ചു. വതവല്ലു, അവർ പിന്തിരിയുകയും ചെയ്തു. ഈ നബിമാരിൽ നിന്ന് അവർ മുഖം തിരിച്ച് പിന്തിരിഞ്ഞു പോയി. എന്താ സംഭവിച്ചത്? വസ്തഗ്നല്ലാഹ് വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. വസ്തഗ്നല്ലാഹ്, എന്താ അസ്തഗ്നല്ലാഹ്? വാവ് ഇസ്തിനാഫിയ. ഇസ്തഗ്നല്ലാഹ്, ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ ധന്യനായി എന്നാണ്. അള്ളാഹു ഗനിയായി. അള്ളാഹു ധന്യനായി. അള്ളാഹു ധന്യനായി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇവരുടെ ഇബാദത്തിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ താഅത്തിൽ നിന്നും അള്ളാഹു ധന്യനായി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് വരെ ഇബാദത്തും വേണ്ട, അള്ളാഹു അവരുടെ താഅത്തൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു ധന്യനായി. അല്ലാഹ് അവരുടെ ഇബാദത്തും അതേപോലെ തന്നെ അവരുടെ താഴത്തൊക്കെ അള്ളാഹു തനിക്ക് വേണ്ടെന്ന് വെച്ചു. അതാണ് തനിക്ക് വേണ്ടെന്ന് വെച്ചു. എന്താ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ കാരണം? വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയ്യുൻ, അള്ളാഹു ഗനിയാണ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് ആളുകൾ ഇബാദത്ത് എടുത്തിട്ട് എന്തെങ്കിലും നേടിക്കൊടുക്കേണ്ട ആവശ്യമല്ല. അള്ളാഹ്ക്ക് മുമ്പിൽ വഴിപ്പെട്ടിട്ടോ കുറച്ചോ എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കേണ്ട ആവശ്യവും അള്ളാഹ്ക്കില്ല. കാരണം അള്ളാഹു ആരാണ്? അള്ളാഹു ഗനിയാണ്.
മനസ്സിലായി? അള്ളാഹു ഗനിയാണ്. പിന്നെ അള്ളാഹു ആരുമാണ്? അള്ളാഹു ഹമീദുമാണ്. അള്ളാഹു ഹമീദാണെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഹാമിദാണ്, അതേപോലെ തന്നെ അള്ളാഹു മഹ്മൂദാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹാമിദാണ്. എന്താ ഹാമിദ്? അള്ളാഹു വാഴ്ത്തുന്നവനാണ്, സ്തുതിക്കുന്നവനാണ്. അള്ളാഹു ആരെ വാഴ്ത്ത? അള്ളാഹു ആരെ വാഴ്ത്ത? അള്ളാഹു വഴിപ്പെട്ടവരെ അള്ളാഹു വാഴ്ത്തും. മനസ്സിലായി? അതേപോലെ തന്നെ അള്ളാഹു മഹ്മൂദാണ്. എന്താ അള്ളാഹു മഹ്മൂദാണ്? അള്ളാഹു വാഴ്ത്തപ്പെടുന്നവനാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാൽ അള്ളാഹു വാഴ്ത്തപ്പെടുന്നവനാണ്. പറഞ്ഞാൽ മനസ്സിലായ? അള്ളാഹു തന്നെ കുറിച്ച് പറയാണ്, അള്ളാഹു ഗനിയായി എന്ന് പറഞ്ഞാൽ അള്ളാഹു മുർസലീങ്ങളെ നിയോഗിച്ച ആ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച്. എന്തിനാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്? അള്ളാഹു വഴി ഇബാദത്ത് ജീവിക്കാൻ വേണ്ടി. പക്ഷേ മുർസലീങ്ങൾ ബയ്യിനാത്ത് തെളിവുകളുമായിട്ട് ഈ ജനങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അവർ പറയണം, അബശറയ്യ ദൂനന, ഞങ്ങളെ നയിക്കാൻ മനുഷ്യന്മാരാണ്. ഫകഫറു, അവർ അവിശ്വസിച്ചു. വതവല്ലൗ, അവർ ആ നബിമാരിൽ നിന്ന് മുഖം തിരിച്ചു പോയി. അപ്പൊ വസ്തഗ്നല്ല, എന്നാ പിന്നെ അവരുടെ ഇബാദത്ത് ആർക്ക് വേണ്ട? അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു അവരുടെ ഇബാദത്ത് എനിക്ക് വേണ്ടെന്ന്. അങ്ങനെ അള്ളാഹു വേണ്ടെന്ന് വെച്ചാൽ എന്താ ഉണ്ടാകുക? പിന്നെ അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പടപ്പിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അംരിഹി വലഹും അദാബുൻ അലീം എന്ന് പറഞ്ഞത്. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയ്യൻ, അള്ളാഹു ഗനിയാണ്. അത് ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. മനുഷ്യന്മാർ ഇബാദത്ത് എടുത്തിട്ട് അള്ളാഹ്ക്ക് ഒന്നും നേടിക്കൊടുക്കേണ്ട കാര്യമല്ല. മനുഷ്യന്മാർ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ആർക്ക് തന്നെയാണ്? മനുഷ്യന്മാർക്ക് തന്നെ. ആരും അള്ളാഹുവിന്റെ രാഷ്ട്രത്തിൽ അള്ളാഹ്ക്ക് വിസ്തൃതി കൂട്ടുന്നില്ല, അള്ളാഹ്ക്ക് എന്തെങ്കിലും കാര്യം നേടിക്കൊടുക്കണമെന്നില്ല. അള്ളാഹു ഗനിയാണ്. മനസ്സിലായി? എല്ലാവരും ആശ്രയിക്കേണ്ട, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഗനിയാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ ഗനിയാണ് നമ്മൾ ദുനിയാവില് ഗനി, ഒരാൾ ഇന്നയാൾ ധനികനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവില് ഗനിയായ മനുഷ്യന്മാർക്ക് ആരെയും ആവശ്യം ഉണ്ടാവില്ല. മൂപ്പർക്ക് പാറാവുകാർ വേണം, മൂപ്പർക്ക് ജോലിക്കാളെ വേണം, മൂപ്പർക്ക് വേലക്കാർ വേണം. മനസ്സിലായി? മൂപ്പർക്ക് പിന്നെ ഭാര്യ വേണം, മൂപ്പർക്ക് മക്കൾ വേണം, മൂപ്പർക്ക് സമ്പത്ത് വേണം. അപ്പൊ ദുനിയാവിൽ ഒരാൾ ഗനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി? അത് എന്നാലും മൂപ്പർക്ക് എല്ലാവരും ആവശ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അള്ളാഹു ഗനിയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ ഗനിയാണ്. അള്ളാഹ്ക്ക് ആരെയും വേണ്ട ഇതില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താൻ ഗനിയാണെന്ന് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ തന്നെ കുറിച്ച് പറഞ്ഞു അള്ളാഹു ഗനിയാണ്. അള്ളാഹു ഒരു ഇണയെ സ്വീകരിച്ചിട്ടില്ല, അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ല, അള്ളാഹുവിന് പിന്നെ മുൽക്കിൽ ആധിപത്യത്തിൽ ഒരു ശരീക്ക് പങ്കാളിയില്ല. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്വിധം ഗനിയാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാതെ എന്നാൽ എല്ലാവരെയും ആശ്രയിക്കുന്ന അള്ളാഹു. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഗനിയുൻ വനഹ്നു ഫുഖറ, അള്ളാഹു ഗനിയാണ്, നമ്മൾ ഫഖീറന്മാരാണ്. മനസ്സിലായി? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ മദിയനിൽ എത്തിയിട്ട് പറയണം, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അള്ളാഹുവെ നീ എന്തൊരു ഖൈർ വർഷിക്കുന്നുവോ ഞാൻ അതിന് മുന്നിൽ ഫഖീറാണെന്ന് പറയും. ഞാൻ അതിന് ആവശ്യക്കാരനാണ്. നബിമാർ വരെ അള്ളാഹ്ക്ക് മുമ്പിൽ ആരാണ്? ഫഖീറന്മാരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല. അപ്പൊ അള്ളാഹു ഗനിയാണ്. ഗനിയായവരൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ നല്ലതായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഗനിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്മാർ തെറ്റാനാ സാധ്യത. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകുന്നതാണ് ലൽ ഫഖ്റു അഖ്ശാലൈക്കും, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയക്കണില്ല, വലാകിൻ അഖ്ശാലൈക്കും അൻ തബ്സത അലൈക്കും ദുനിയ, ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ വിശാലമാകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത് എന്ന്. കാരണം എന്താ? ദുനിയാവ് മനുഷ്യന്മാരെ എരപ്പാക്കും, സമ്പത്ത് മനുഷ്യന്മാരെ എരപ്പാക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മിസ്കീനായിട്ട് ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്തു. മനസ്സിലായില്ലേ? പക്ഷേ ദുനിയാവിലെ ഖനീന്റെ അവസ്ഥ, ഖനിയായ പിന്നെ ഹമീദായിക്കൊള്ളുന്നില്ല, സ്തുത്യർഹമായ കാര്യങ്ങൾ ചെയ്തുകൊള്ളുന്നില്ല. മനസ്സിലായി? മഹ്മൂദായിക്കൊള്ളുന്നില്ല. ഖനിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മദ്മൂമാകും, ആക്ഷേപിക്കപ്പെടെ എത്തി. ഞാൻ 2 ദിവസം മുമ്പ് ഈ അബ്ബാസി ഖുലഫാക്കളിൽ ഒരാളുടെ ചരിത്രം, അബ്ബാസി ഖലീഫന്മാരുടെ കൊട്ടാരത്തിൽ ഇബ്നു മസ്കവൈഹി എന്നൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഇബ്നു മസ്കവൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വ്യാകരണത്തിലൊക്കെ അറിയപ്പെട്ട ഒരു പിന്നെ പണ്ഡിതനാണ് ഇബ്നു മസ്കവൈഹി.
ഈ ഇബ്നു മസ്തവൈഹി ഈ അബ്ബാസി ഖലീഫയുടെ 2 കുട്ടികൾക്ക് ഇത് വ്യാകരണം അറബിയൊക്കെ പഠിപ്പിച്ചിരുന്ന, അതേപോലെ തന്നെ ഹിക്മത്തൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ ഈ സ്വന്തം മക്കളുടെ ഉസ്താദാണ്. പക്ഷെ ഖലീഫ അബ്ബാസി ഖലീഫ എന്ത് ചെയ്തു, ഒരിക്കൽ സദസ്സിൽ ഇരുന്നിട്ട് ഈ ഇബ്നു മസ്തവി ഇരിക്കുന്നുണ്ട്. സദസ്സിലെ ആളുകളൊക്കെ ഉണ്ട്, ഈ കുട്ടികളും ഉണ്ട്, ഇയാളുടെ ഖലീഫന്റെ ഭരണാധികാരി 2 കുട്ടികളുണ്ട്. അപ്പോൾ ഉസ്താദിനോട് ചോദിക്കാണ്, ഇബ്നു മസ്തവിയോട് ചോദിക്കാണ് കുട്ടികളെ കുറിച്ചിട്ട്, എൻ്റെ ഈ 2 കുട്ടികളാണോ ഉത്തമം, അതല്ല ഹസനും ഹുസൈനാണോ ഉത്തമം എന്ന് ചോദിച്ചു. അറിയ ഹസനും ഹുസൈനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെ കുട്ടിയാണ്. ഹസനും ഹുസൈനാണോ ഉത്തമം, അതല്ല എൻ്റെ ഈ 2 കുട്ടികളാണ് ഉത്തമം. അപ്പൊ ഇബ്നു മസ്തവി പറഞ്ഞ് ഹസനും ഹുസൈനാണ്, മനസ്സിലല്ലേ, അവർ സിബ്തൈനിയാണ്, റസൂലുള്ളാഹിന്റെ പേരെ കുട്ടികളാണ്, അവരാണ് ഉത്തമം എന്ന് പറഞ്ഞു. ഇയാൾ അതുമല്ല പറഞ്ഞു. ഇയാൾ പറഞ്ഞു അത് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു 2 മക്കളാണ് ഹസനും ഹുസൈനും, അവരാണ് നിങ്ങളുടെ ഈ 2 കുട്ടികളെക്കാൾ ഉത്തമം. മാത്രമല്ല അലിയാരുടെ അടിമണ്ട് കുംബർ, അലിയാരുടെ അടിമ കുംബറാണ് നിങ്ങളുടെ കുട്ടികളെക്കാൾ ഉത്തമം എന്നാണ്. കാരണം അലിയാർക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. അലിയാരുടെ മൗല കുംബർ വരെ നിങ്ങളുടെ ഈ കുട്ടികളെക്കാൾ ഉത്തമമാണെന്നാണ്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തല്ലേ, അയാളുടെ ഇബ്നു മസ്തവൈഹിന്റെ നാവ് കഫയിൽ നിന്ന് കുറ്റിയിൽ നിന്ന് മുറിച്ചിട്ടാണ്. അപ്പം തന്നെ അവിടെ വെച്ചിട്ട് കുറ്റിയിൽ നിന്നാണ് മുറിച്ചിട്ടെന്നാണ് തൻ്റെ സ്വന്തം മക്കളുടെ അധ്യാപകന്, മനസ്സിലായില്ലേ. അപ്പോൾ ഒരു രാജാവിൻ്റെ അവസ്ഥയാണത്, മനസ്സിലായില്ല. അയാൾ ഇബ്നു മസ്തവൈഹി പറഞ്ഞത് ശരിയാണ്. ആ കുംബറിന്റെ കാര്യം അവിടെ കൊണ്ടുവരേണ്ടിണ്ടായില്ല, ഒരു അധികപ്പറ്റ തന്നെയാണ്. പക്ഷെ എന്നാലും മനസ്സിലായി, ഒരു കുട്ടികളുടെ അധ്യാപകൻ എന്നുള്ളതിൽ ഒരു മാന്യത ഉണ്ടാവില്ലേ, മനസ്സിലായി. അല്ല, പലപ്പോഴും മനസ്സിലായില്ലേ, ദുനിയാവ് വിശാലമാകുന്നവരുടെ അവസ്ഥ അതായിരിക്കും എന്നർത്ഥം, മനസ്സിലായില്ലേ. അവരുടെ ചെയ്തികൾ ഹമീദായിക്കൊള്ളുന്നില്ല, ഖനിയായിരിക്കും, പക്ഷെ എന്തായിക്കൊള്ളുന്നില്ല, ഹമീദായിക്കൊള്ളുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖനിയുമാണ്, അല്ലാഹു ഹമീദുമാണ്. കാരണം ഹമീദ് എന്ന് പറഞ്ഞെങ്കിൽ ഫഈൽ വസ്നാണ്. ഫഈൽ അതിന് ഇസ്മു ഫായിലിന്റെയും ഇസ്മു മഫ്ഊലിന്റെയും മാനുണ്ട്. ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ ഹമീദ് എന്ന് പറഞ്ഞാൽ ഹാമിദ്, സ്തുതിക്കുന്നവൻ. ഇപ്പൊ ഷഹീദ് എന്ന് പറയും, ഷാഹിദ് എന്ന അർത്ഥത്തിൽ, സാക്ഷി നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഷഹീദ് പ്രയോഗിക്കും. അതേപോലെ തന്നെ സാക്ഷ്യം വഹിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലും എന്താ പറയും, ഷഹീദ് പ്രയോഗിക്കും. ഇപ്പൊ ഖതീൽ എന്ന് പറയും, മഖ്തൂൽ എന്ന അർത്ഥത്തിന്. ഖതീൽ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൻ, മഖ്തൂൽ. അപ്പൊ ഹമീദ് എന്ന് പറഞ്ഞാൽ ഹാമിദ് എന്ന് അർത്ഥമുണ്ട്, മഹ്മൂദ് അർത്ഥമുണ്ട്. ഹാമിദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യും, വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യും. അതേപോലെ അള്ളാഹു മഹ്മൂദാണ്, പറഞ്ഞാൽ എന്താ, അള്ളാഹു വാഴ്ത്തപ്പെടുന്നവനാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യും, മനസ്സിലായി. അപ്പൊ വാഴ്ത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്യും, അള്ളാഹു ചെയ്യും. വാഴ്ത്തപ്പെടുന്നതേ അള്ളാഹു പറയും, വാഴ്ത്തപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെതല്ല. അപ്പൊ അള്ളാഹു ഖനിയുമാണ്, അതേപോലെ ആരാണ്, അള്ളാഹു ഹമീദുമാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത് അവിശ്വാസികളായ ഒരു വിഭാഗത്തെയാണ്. ദുനിയാവിൽ ശിക്ഷിക്കപ്പെട്ടു, ആഖിറത്തിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ദാലിക്, ഈ ദുനിയാവിലെ ശിക്ഷയും ആഖിറത്തിലെ ശിക്ഷയും അവർക്ക് ഉണ്ടാകാൻ കാരണം എന്താണ്? ബിഅന്നഹു കാനത് തഅതീഹിം റസൂലുഹും ബിൽ ബയ്യിനാത്ത്, അവരിലെ മുർസലീങ്ങൾ ബയ്യിനാത്തുകളുമായി, അതായത് വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കലേക്ക് വരും. പക്ഷെ നബിമാര് വരുമ്പോൾ ഫഖാലു അബശറു യഹ്ദൂനന, ഈ നബിമാരുടെ മുഖത്ത് നോക്കിയിട്ട് മനുഷ്യന്മാരാ ഞങ്ങളെ നയിക്കാൻ വന്നിരിക്കുന്നു എന്ന് അവരെ പരിഹസിക്കും. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം കാണാൻ സാധിക്കും. അബശറും ഇല്ല, ഞങ്ങളിൽ നിന്നുള്ളൊരു മനുഷ്യനാണ്, അങ്ങനെ മനസ്സിലായില്ലേ. മാലി ഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്, ഈ റസൂലിന് എന്ത് പറ്റി? യഅകുലു തആം, ഭക്ഷണം കഴിക്കുന്നു, യംശി ഫിൽ അസ്വാഖ്, അങ്ങാടികൾ നടക്കുന്നു, എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് നന്നാൻ പറയാ. ഇങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു? പരിഹസിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനിയിപ്പോൾ അവർ പറയും എന്തുകൊണ്ടൊരു മലക്കിനെ നിയോഗിക്കുന്നില്ല? അപ്പം മലക്കിനെ നിയോഗിക്കുകയാണെങ്കിൽ തന്നെ മലക്കിൻ്റെ രൂപത്തിൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുക. മലക്ക് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലക്ക് വരികയാണെങ്കിൽ തന്നെ എങ്ങനെ വരിക? മനുഷ്യന്റെ രൂപത്തിലേ വരിക, മനസ്സിലല്ലേ. മലക്കിന്റെ രൂപത്തിൽ വന്നു. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ മലക്കിന്റെ രൂപത്തിൽ വന്ന് 600 ചിറകുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്താ സ്വീകരിക്കുക? മലക്കിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന രൂപത്തിലല്ല, മലക്ക് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ആ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഉൾക്കൊള്ളൂല.
പിന്നെ മലക്കിഞ്ഞ് വന്നാൽ തന്നെ ഈ ആറ് രൂപത്തിൽ വരണം, ഇവരെ നന്നാക്കണമെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ വരണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പിന്നെ നാം ഒരു മലക്കിനെ നിയോഗിക്കുകയാണ് എങ്കിൽ മനുഷ്യന്റെ രൂപത്തിലാണ് നിയോഗിക്കുക. സൂറത്ത് അൻആമിന്റെ തുടക്കത്തിൽ. അപ്പോഴും അവർക്ക് ഇതേ വിശ്വാസം ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, പിന്നെയോ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതാണ് അബശറു യഹ്ദൂനന ഫകഫറു വതവല്ലു വസ്തഗ്നല്ലാഹ്. അപ്പൊ എന്നാ നിങ്ങൾ എനിക്ക് വാത്തെടുക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. നമുക്ക് ഇത് ഓതണല്ലേ സമയമായി ഒരാഴ്ച ഓതിയിട്ട് പോയാൽ